വിജയ് ഈ വിവരമില്ലാത്തവര് അല്ല, അവനെ ഓടിക്കളഞ്ഞില്ലേ? അവൻ ആരാ? അവന് ബന്ധമില്ലാത്തവനാ. വിജയല്ല, വിജയ് ആരാ? കണ്ട കൃഷ്ണ പറഞ്ഞ പടമൊക്കെ പറഞ്ഞ അടിച്ച് പെട്ട കളിക്കും. മദ്രാസിലൊക്കെ പോയി പറഞ്ഞ ഞാനത് കേട്ടില്ല. പക്ഷേ ഞാനിതുവരെ പറഞ്ഞില്ല. കുറ്റം പറയുന്നതിന് പറയും. ആരെ പറ്റിയാണ് പറയാത്തത്? ഇവിടെ മമ്മൂട്ടിയും മോഹൻലാലിനൊക്കെ പറയുന്നത് അങ്ങനെ പറയാൻ വഴിയില്ല. അതൊക്കെ പറയും. കുറേ ഈ പിള്ളേർ ഇറങ്ങിയിട്ടുണ്ടേ. അവരെന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ബാക്ക്വേഡാണല്ലോ. വിജയക്കാരൻ നമ്മളാരാ? തന്മയത്വമായിട്ടുള്ളൊരു ഫിലിമാണ്. ഇതൊരു അഭിനയിക്കാൻ തരികയുള്ള അഭിനയവും കാര്യവും സംഭാഷണവും സ്റ്റണ്ടും എല്ലാം കൂടെ ഒരു പ്രത്യേകതയുണ്ട്. ഇത് മൂന്നാമത്തെ പ്രാവശ്യം, ഇതിപ്പോൾ 4ാമത്തെ പ്രാവശ്യം കാണാം. അതൊക്കെ ആളുകൾ പറയും. അതിപ്പം നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അങ്ങനെ ആരെല്ലാം എന്തെല്ലാം പറയുന്നുണ്ട്. വെളിയെ കാണിക്കത്തില്ല. ഇവിടെ വിട്ടാൽ മതി. ഇവിടെ ഉള്ളവരെന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. അവൻ്റെ പൈസ വാങ്ങിച്ച് ചെന്നിട്ടല്ലേ കാണിക്കുന്നത്. ഇന്നും അട്ടക്കുടക്കര ഡെയിലി കഞ്ഞി വെച്ചുണ്ട്. ഈ കഞ്ഞിയും അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഫാനല്ല, പ്രവൃത്തി. അതൊക്കെ പറയുന്നത് അങ്ങനെയാണല്ലോ. 10 പേരുണ്ടെങ്കിൽ 2 പേര് നല്ല അഭിപ്രായം പറയും, ഭാഗമായിട്ട് ഒരു ചീത്ത പറയും. അവനെ വിദ്യാഭ്യാസം ഇല്ലാത്തവനായിരിക്കും, അത് ലോഫറായിരിക്കും. കീഴെ നല്ല കുത്തുകൊടുക്കും. ഞാനിവിടെ ഉള്ളവനാണ്. 65 ഞാൻ ബികോം പാസ്സാണ്. വിവരമില്ലാത്തവന് വലിയ കട പോകുന്നത് പെമ്പിള്ളേരാ കൂടുതലും. ഏറ്റവും അവനൊരുപാട് സ്നേഹിക്കുന്ന പെമ്പിള്ളേരുണ്ട്. ഇപ്പോൾ ആദ്യത്തെ ഇവിടെ മലയാള പടത്തിൽ ആദ്യമേ മമ്മൂട്ടിയുടെ അഭിനയിക്കുക ധ്രുവത്തിൽ. അയ്യോ, അങ്ങനെയാണല്ലോ ഇപ്പം. കാരണം വെച്ചാൽ ഈ തിരക്ക് കൂടുമ്പോൾ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ശോഭനെ പറ്റി എന്താ പറയാത്ത? അവർക്ക് നാട്യം അറിഞ്ഞോട്. ഇന്ത്യയിലെന്നല്ല, ലോകപ്രസിദ്ധിയുള്ളൊരു ആക്ടറാണ്. ലോകപ്രസിദ്ധിയുള്ള അവരുടെ ഫാമിലി അതാണ്. ലളിതാ പത്മിനി രാഗിണിയുടെ സഹോദരൻ രാമേന്ദ്രൻ്റെ മകളാണ് ഈ ശോഭന. അപ്പോൾ ഡാൻസ് ഇവിടെ ആലോചിക്കുന്നത് രാഷ്ട്രീയത്തിൽ പോകുന്ന അവസാനമായിരിക്കും. അവന് മര്യാദയ്ക്ക് ഇത് അഭിനയിച്ചപ്പോൾ